ശരി ഡാൻ. ഇപ്പോൾ സജീവൻ മാധ്യമപ്രവർത്തകൻ കൂടി ചേരുകയാണ്. ശ്രീ സജീവൻ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണിയെ സജീവമായി രംഗത്തിറക്കുവാൻ സാധിക്കുന്നുവെന്നൊരു പ്ലസ് പോയിന്റ് കൂടി കിട്ടിയിട്ടുണ്ടോ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തോടെ? തീർച്ചയായിട്ടും കുറെ കാലമായിട്ട് നമുക്കറിയാം, ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസിനകത്ത് ശരിയായൊരു നേതൃത്വമില്ലാത്ത, കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. നേരത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കരുണാകരനും AK ആന്റണിയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസിന് ഗ്രൂപ്പിന്റേതായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും കൃത്യമായ നായകത്വം ഉണ്ടായിരുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോഴതല്ല. ഇപ്പോൾ ഓരോരുത്തരും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. എന്തെല്ലാം തരത്തിൽ ഇപ്പം പ്രതിപക്ഷ നേതാവിന്റെ രീതി ഒന്ന് നമ്മൾ നേരത്തെ സുധാകരനും PD സതീശനും ഈ രണ്ട് സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന കാലത്ത് നമുക്ക് അറിയാവുന്നതാണ്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പരസ്പരം പോരടിക്കുന്ന, അത് പരസ്യമായിട്ട് പോരടിക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ്. പരസ്പരം പിടിച്ച കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വല്ലാത്ത രൂപത്തിൽ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുറച്ചു കാലമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇവരൊക്കെ നേതാക്കന്മാരൊക്കെ തന്നെയാണ് എങ്കിൽ പോലും എല്ലാ ആളുകൾക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ വരുന്നില്ല. അപ്പം AK ആന്റണി എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. ഐക്കാർക്ക് അദ്ദേഹത്തോട് വെറുപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ മുക്കാലിൽ കെട്ടി അടിക്കണം എന്ന് പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും പരസ്പര ബഹുമാനം, കരുണാകരനും AK ആന്റണിയും തമ്മിൽ പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു പരസ്പര ബഹുമാനത്തിന്റെ രീതിയിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. കുത്തഴിഞ്ഞ രൂപത്തിൽ ഓരോ വിഷയവും കൈകാര്യം ചെയ്യുന്നത് ഒറ്റ മനസ്സായിട്ടല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തവണ ഭരണം നഷ്ടപ്പെട്ടു, രണ്ടാമത്തെ തവണയും ഭരണം നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് മൂന്നാമത്തെ തവണയിലേക്ക് പോകാനായിട്ട് LDF കാര്യമായി തീവ്രമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് അയ്യപ്പനെയും എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അവർ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ശരിക്കും ദിശ കിട്ടാതെ, ദിശാബോധമില്ലാത്ത രൂപത്തിൽ പോകുന്ന ഒരു തോണിയായിട്ട്, അല്ലെങ്കിൽ എന്താണ് തുഴ നഷ്ടപ്പെട്ട തോണിയായിട്ട് കോൺഗ്രസ് മാറുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം AK ആന്റണി ഇന്നലെ പ്രതികരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന്, ഈ നിയമസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് AK ആന്റണിയുടെ കാലത്ത് നടന്നിട്ടുള്ള പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചാണല്ലോ. ഒന്ന് ശിവഗിരി മഠത്തിന്റേത്, രണ്ടാമത്തെ മുത്തങ്ങയുടെയും. ഈ രണ്ട് കാര്യങ്ങളിലും സഭയിൽ വേണ്ട രീതിയിൽ, സഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ കോൺഗ്രസുകാർ തയ്യാറായില്ല എന്ന് പറയുന്നത് AK ആന്റണിക്ക് മാത്രമല്ല മോശം, അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു മോശം തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടൊരു ക്ഷീണം ഉണ്ടാക്കുന്നതാണ് എന്ന് കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷെ അത് മാത്രമല്ല, കോൺഗ്രസിനകത്ത് ഇതൊരു വലിയ പ്രശ്നമാണല്ലോ. LDFന്റെ സമയത്ത്, പിണറായിയുടെ കാലത്ത് ഇത്തരം അട്രോസിറ്റീസ് ഉണ്ടാവുന്നു. അത് കോൺഗ്രസിന്റെ സമയത്ത് അതിനേക്കാൾ ഉണ്ടായിട്ടുണ്ട്. മുത്തങ്ങയിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, ശിവഗിരി മഠത്തിൽ കയറിയിട്ട് പോലീസ് അഴിഞ്ഞാടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് നിങ്ങളിത് എന്തുകൊണ്ടാണ് അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് കാണിക്കുമെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവോ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ തയ്യാറാവാത്ത പശ്ചാത്തലത്തിലാണ് AK ആന്റണി ഇത് പറഞ്ഞത്. അത് ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്ന ഏത് കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം കോൺഗ്രസുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം അടുത്ത തവണ തെരഞ്ഞെടുപ്പ് ജയിച്ച് മുഖ്യമന്ത്രിയാവുന്നല്ലേ ഞാൻ പറയുന്നത്. അതിനുള്ള പ്രായമൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷെ എന്നാൽ പോലും കോൺഗ്രസിനെ നയിക്കാൻ, കോൺഗ്രസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റിയ നേതാവായിട്ട് അദ്ദേഹത്തെ പോലെ ഒരാൾ വരണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ AK ആന്റണിയുടെ ഈ പ്രതികരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, നന്ദി ശ്രീ സജീവൻ. എന്തായാലും ഇതേക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. AK ആന്റണി സ്വയം തന്റെ ഭരണകാലത്തെ പോലീസിന്റെ നടപടികളെ ന്യായീകരിക്കുവാൻ വേണ്ടി രംഗത്തെത്തേണ്ടി വരുന്നു. എന്തുകൊണ്ട് കോൺഗ്രസ് MLA മാർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിയമസഭയിൽ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചില്ല? ഇത്തരത്തിലുള്ള പരിഭവം AK ആന്റണിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നേരിട്ടിറങ്ങി. ഇങ്ങനെയൊരു രീതിയിലുള്ള വിലയിരുത്തൽ. അതേപോലെ തന്നെയാണ് AK ആന്റണി ഈ സമയം, തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്തെത്തിയത് നന്നായി എന്നുള്ള അഭിപ്രായവും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉള്ളത്. എന്തായാലും ശിവഗിരി സംഭവത്തിലും മുത്തങ്ങ സംഭവത്തിലും AK ആന്റണിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വാസ്തവവുമാണ്.